So dear students, in this video we are going to discuss about the laws of indices. അപ്പോൾ laws of indicesൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് നെഗറ്റീവ് ഇൻഡെക്സ് എന്നതായിരുന്നു. അപ്പോൾ നെഗറ്റീവ് ഇൻഡെക്സിൽ പറഞ്ഞത് x raised to minus n that will be equal to 1 by x raised to n. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി ആയിട്ട് പറഞ്ഞത്. ദാറ്റ് ഈസ് എക്സാമ്പിൾ എടുത്തത് 3 raised to minus 8. that will be equal to 1 by 3 raised to 8. അതായത് ഇങ്ങനെ ഇതെന്ന് പറയുന്നത് നമ്മൾ 3 എന്ന് പറയുന്നത് ബേസ് ആണ്, -8 ആണ് പവർ. ഓക്കെ, -8 ആണ് പവർ അല്ലെങ്കിൽ എക്സ്പോണന്റ് അല്ലെങ്കിൽ ഇൻഡെക്സ് എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു ഇതിൽ പറയുന്നത് നിങ്ങൾ 3 raised to minus 8 എന്ന് പറയുവാണ്, അല്ലെങ്കിൽ ഒരു ബേസ് അതിൻ്റെ പവറായിട്ട് നെഗറ്റീവ് ആണ് കൊടുത്തതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അതിൻ്റെ റെസിപ്രോക്കൽ എടുക്കണം. റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ 3 raised to minus 8ൻ്റെ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ 1 by 3 raised to minus 8. പക്ഷേ ഇവിടെ റൂൾ പ്രകാരം 3 raised to minus 8 എന്നുള്ളത് ആ -8ൻ്റെ ചിഹ്നം അല്ലെങ്കിൽ മൈനസ് എന്നുള്ളത് റെസിപ്രോക്കൽ എടുക്കുമ്പോൾ പോസിറ്റീവ് ആകും. ഓക്കെ, ഇതായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് കണ്ടോ, 3 raised to minus 5, അവിടെ 3 raised to minus 5 എന്ന് പറയുമ്പോൾ 1 by 3 raised to 5. ഓക്കെ, മൈനസ് ഉള്ളത് പ്ലസ് ആവും. ആൻഡ് x plus 2 raised to minus 2 എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യണം, 1 by x plus 2 സെയിം ബേസ് തന്നെ, പക്ഷേ സെയിം ബേസും സെയിം പവർ തന്നെ, പക്ഷെ പവറിൻ്റെ സൈന് നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവായിട്ട് ചേഞ്ച് ചെയ്യുന്നു. സോ 1 by x plus 2 whole raised to 2 എന്നാവുന്നു. ഓക്കെ, ആൻഡ് ഇവിടെ നമ്മൾ പറഞ്ഞത് എക്സ് എന്ന് പറയുന്നത് ബേസ്, എം എന്ന് പറയുന്നത് പവർ അല്ലെങ്കിൽ എക്സ്പോണൻ്റ്. അവിടെ 1 by x raised to minus n, അവിടെ 1 by അതിൻ്റെ റെസിപ്രോക്കൽ എടുക്കുക, 1 by ആ എക്സ്പോണൻ്റ് എഴുതുക, -m, അതുപോലെ തന്നെ എക്സ് എന്ന് എഴുതുക. അപ്പോൾ ഇവിടെ x raised to m എന്ന് പറയുമ്പോൾ അതിൻ്റെ റെസിപ്രോക്കൽ 1 by x raised to m എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ നിങ്ങൾ ചേഞ്ച് ചെയ്യുക, എന്ത് പവർ അതിൻ്റെ സൈന് ചേഞ്ച് ചെയ്യാം. ഓക്കെ, x raised to m that will be equal to 1 by x raised to minus n and x raised to minus n that is equal to 1 by x raised to m. അപ്പോൾ ഈ x raised to m എന്ന് പറഞ്ഞാൽ എഴുതേണ്ടത് 1 by x raised to minus m. അവിടെ റെസിപ്രോക്കൽ എടുത്തതിന് ശേഷം ബേസ് സെയിം തന്നെ, പവറും സെയിം ക്വാണ്ടിറ്റി തന്നെ, പക്ഷേ അതിൻ്റെ സൈൻ മാത്രം മാറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പറഞ്ഞത്. ഇനി നമ്മൾ അടുത്തത് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫ്രാക്ഷണൽ ഇൻഡെക്സ് ആണ്. ഇപ്പോൾ ഫ്രാക്ഷണൽ ഇൻഡെക്സിൽ പറയുന്നത് എമ്മും എന്നും അവിടെ ഇൻറ്റീജേഴ്സ് ആണ്, സം നമ്പേഴ്സ് അല്ലെങ്കിൽ വാല്യൂ ആണ്. നമുക്ക് x raised to m by n-നെ nth root of x raised to m, അപ്പോൾ x raised to m by n-നെ ഈ ഡിനോമിനേറ്ററിൽ n എന്താവും, nth റൂട്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ കണ്ടോ 32 raised to 2 by 5, അവിടെ ഈ 5 ഡിനോമിനേറ്ററിലുള്ള 5 ഇവിടെ വരും. ഓക്കെ, ഇവിടെ ഇപ്പോൾ 2 ആണെങ്കിൽ എന്ത് വരും, that is equal to ഇവിടെ സ്ക്വയറിന് മാത്രമാണ്, അപ്പോൾ 2 ഇവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ x raised to m by n എന്ന് പറഞ്ഞാൽ nth root of x raised to m. x raised to m ഓൾറെഡി ഉണ്ട്, ഈ n എന്താവും, nth റൂട്ട് ആവും. സോ 32 raised to 2 by 5 ആണെങ്കിൽ ഈ 5 എന്നുള്ളത് ഈ nth റൂട്ട് എന്ന് പറയുന്ന അവിടെ വരും, എന്നിട്ട് 32 സ്ക്വയർ. ഓക്കെ, 32 സ്ക്വയർ. ഇതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്,
ഏതോ ഒരു വാല്യൂവിനെ നമ്മൾ 5 പ്രാവശ്യം ആ സെയിം വാല്യൂവിനെ തന്നെ 5 പ്രാവശ്യം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുവാണെങ്കിൽ നമുക്ക് 32 കിട്ടും. അപ്പോൾ നമ്മൾ ഒന്ന് ചെയ്ത് നോക്കുക. 2നെ കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. 2 5 പ്രാവശ്യം ചെയ്ത് നോക്കുക. ഓക്കെ, അല്ലെങ്കിൽ 3 5 പ്രാവശ്യം ചെയ്ത് നോക്കുക. 4 5 പ്രാവശ്യം ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ ഫസ്റ്റ് എന്ത് കിട്ടുന്നത് എന്താണ്? 2 അല്ലേ? 2നെ നമ്മൾ 5 പ്രാവശ്യം 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 2 എന്ന് പറയുന്ന വാല്യൂവിനെ 5 തവണ നമ്മൾ ഗുണിച്ചപ്പോഴാണ് നമുക്ക് 32 കിട്ടിയത്. അപ്പോൾ 2 ആണ്. 5th റൂട്ട് ഓഫ് 32 എന്ന് പറയുന്നത് എത്രയാണ്? 2 ആണ്. പിന്നെ സ്ക്വയർ, ഇവിടെയുള്ള സ്ക്വയർ അവിടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ 2 സ്ക്വയർ ഈക്വൽ ടു 4 വരും. ഇനി അടുത്തൊരു എക്സാമ്പിൾ 81 റൈസ് ടു 3/4. ഈ ഒരു രീതിയിലാണുള്ളത്. 81 ആണ് എക്സ്, എം എന്ന് പറയുന്നത് 3 ആണ്, എൻ എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ നിങ്ങൾ ഈ എന്താണ് ഇക്വേഷൻസ് പഠിച്ചു വെക്കുക, അല്ലെങ്കിൽ ലോ നിങ്ങൾ പഠിച്ചു വെക്കുക. അപ്പോൾ എന്നിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. എക്സിൻ്റെ സ്ഥാനത്ത് 81, 3ൻ്റെ സ്ഥാനത്ത് എം, എന്നിൻ്റെ സ്ഥാനത്ത് 4. അപ്പോൾ ഇവിടെ എന്നിൻ്റെ സ്ഥാനത്തുള്ളത് 4 ആണ്. അപ്പോൾ 4th റൂട്ട് ഓഫ് എക്സ് 81 ആണ്. 81 റേസ് ടു എമ്മിൻ്റെ സ്ഥാനത്ത് 3 ആണ്. സോ 4th റൂട്ട് ഓഫ് 81 ക്യൂബ്. സോ 4th റൂട്ട് ഓഫ് 81 എന്ന് പറയുന്നത് എന്താണ്? 2 നോക്കുക. അതായത് ഏതോ ഒരു വാല്യൂവിനെ സെയിം വാല്യൂ തന്നെ നമ്മൾ 4 പ്രാവശ്യം നമുക്ക് ഗുണിച്ചാൽ അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്താൽ 81 കിട്ടും. അപ്പോൾ 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 2നെ 4 പ്രാവശ്യം നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് വാല്യൂ 81 കിട്ടുന്നില്ല. ഇനി 3നെ നിങ്ങൾ 4 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യാം. 3 ഇൻറ്റു 3 ഇൻറ്റു 3 ഇൻറ്റു 3. അപ്പോൾ 3 ഇൻറ്റു 3 9, 9 ഇൻറ്റു 3 27, 27 ഇൻറ്റു 3 81. അപ്പോൾ 3 ആണ് നമുക്ക് കിട്ടിയത്. ഓക്കെ, അപ്പോൾ 3 ആണ് 4th റൂട്ട് ഓഫ് 81 എന്ന് പറയുന്നത്. എന്നിട്ട് ബാക്കി എന്തുണ്ട്? ക്യൂബ്. ക്യൂബ് അവിടെ ഇല്ല. സോ 3 ക്യൂബ്. 3നെ 3 പ്രാവശ്യം ഗുണിക്കുന്നു അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതാണ് 3 ക്യൂബ്. 3 ഇൻറ്റു 3 ഇൻറ്റു 3. സോ 3 ക്യൂബ് ഈക്വൽ ടു 27. ഓക്കെ, അപ്പോൾ ഇതാണ് സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഇനി മീനിങ് ഓഫ് സ്ക്വയർ റൂട്ട്. അപ്പോൾ നമ്മൾ പറയുവാണ് ഇഫ് എക്സ് സ്ക്വയർ ഈക്വൽ ടു വൈ, എക്സ് സ്ക്വയർ ഇപ്പോൾ 2 സ്ക്വയർ ഈക്വൽ ടു 4. ഓക്കെ, വി ക്യാൻ റൈറ്റ് എക്സ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് വൈ. അതായത് എക്സ് സ്ക്വയർ ഈക്വൽ ടു വൈ. നമ്മൾ ഈ എക്സിനെ നമ്മൾ ഈ ലെഫ്റ്റിൽ തന്നെ വെക്കുന്നു. ഈ 2 എന്ന് പറയുന്നത് ഇങ്ങോട്ടേക്ക് വരുന്നു. ഓക്കെ, അപ്പോൾ 2 എന്ന് പറയുന്നത് ഇങ്ങോട്ടേക്ക് വരുമ്പം റേസ് 2 എന്നുള്ളത് തന്നെയാണ് ആവുക. ഓക്കെ, എക്സ് സ്ക്വയർ ഇവിടെ 2 എന്ന് പറഞ്ഞാൽ എന്താണ്? 2/1 അല്ലേ? 2 എന്ന് പറഞ്ഞാൽ 2/1 ആണ്. ഈ 2/1 ഇങ്ങോട്ടേക്ക് വരുമ്പോൾ റൈറ്റിലേക്ക് വരുമ്പോൾ എന്താവും? y റേസ് 2. അതിൻ്റെ പവറായിട്ട് തന്നെയാണ് ആവുക, പക്ഷേ 1/2 ആവും. ഓക്കെ, എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ് റേസ് ടു 2/1. ഇപ്പോൾ എക്സ് ക്യൂബ് എന്ന് പറഞ്ഞാൽ എക്സ് റേസ് ടു 3/1. 3/1 എന്ന് പറഞ്ഞാൽ 3 ആണ്. 4/1 4. 100/1 100. ഓക്കെ, അപ്പോൾ എക്സ് സ്ക്വയർ ഈക്വൽ ടു വൈ. ദെൻ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഏതിനോട് ഈക്വൽ ആണ്? വൈ റേസ് ടു 1/2 അല്ലെങ്കിൽ സ്ക്വയർ റൂട്ട് ഓഫ് വൈ. വൈ റേസ് ടു 1/2 എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ക്വയർ റൂട്ട് ഓഫ് വൈ. ഓക്കെ, സോ എക്സ് സ്ക്വയർ ഈക്വൽ ടു വൈ റേസ് ടു 1/2. 1/2 എങ്ങനെയാണ് വന്നത്? ഈ റേസ് ടു 2 എന്ന് പറയുന്നത് നമ്മൾ കട്ട് ചെയ്തു. ഇവിടുന്ന് കട്ട് ചെയ്തു. നമ്മൾ റൈറ്റിലേക്ക് വരുമ്പോൾ എന്താവും? റൈറ്റിലേക്ക് വരുമ്പം സെയിം ഇത് റൈറ്റിലേക്ക് വരുമ്പോൾ 2/1 എന്നുള്ളത് 1/2 ആവും. സോ 2/1 1/2 ആവും. ഓക്കെ, സോ 1/2 വൈ റേസ് ടു 1/2 എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ക്വയർ റൂട്ട് ഓഫ് വൈ എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ സ്ക്വയർ റൂട്ട് അതിൻ്റെ മീനിങ് എഴുതുക. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എക്സാമ്പിൾ എടുക്കുവാണ് 5 സ്ക്വയർ. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് 5 ആണ്.
25 എന്ന് പറയുന്നത് y ആണ്. സോ x ഈക്വൽ ടു അല്ലെങ്കിൽ 5 ഈക്വൽ ടു ഈ 2 ഇങ്ങോട്ടേക്ക് വരുവാണ്. അപ്പോൾ 25 റേസ് ടു 1/2 അല്ലെങ്കിൽ സ്ക്വയർ റൂട്ട് ഓഫ് 25 എന്ന് പറയുന്നതാണ് 5. വേറൊരു രീതിയിൽ എഴുതുന്നതാണ്. ഈ 5 എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ക്വയർ റൂട്ട് ഓഫ് 25. 25നെ സ്ക്വയർ ആണ്, 25ൻ്റെ സ്ക്വയർ റൂട്ടാണ് 5. സ്ക്വയർ റൂട്ട് ഓഫ് 25 ഈക്വൽ ടു 5. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം 5 ഈക്വൽ ടു 25 റേസ് ടു 1/2. ഇനി നമ്മൾ മീനിങ് ഓഫ് nth റൂട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ എക്സ് റേസ് ടു n ഈക്വൽ ടു y. നമ്മൾ നേരത്തെ ഈ 2ന് പകരം എന്ത് കൊടുക്കുക? 1, 2, 3, 4 അങ്ങനെ n വരെ നമുക്ക് ഈ റൂള് അപ്ലൈ ചെയ്യാൻ പറ്റും. ഏത് നമ്പർ ആയിക്കോട്ടെ, അവിടെ ഏത് നമ്പർ എന്നുള്ളതിനെ നമ്മൾ യൂസ് ചെയ്യുന്നത് n, സ്മോൾ ലെറ്റർ n. അപ്പം n എന്ന് പറയുന്നത് 1 ആവാം, 2 ആവാം, 3 ആവാം, 4 ആവാം, അപ് ടു വാല്യൂ n. സോ x റേസ് ടു n ഈക്വൽ ടു y, ദെൻ x ഈക്വൽ ടു എന്ന് പറയുമ്പോൾ ഈ n നമുക്ക് ഡിലീറ്റ് ചെയ്യണം. എന്നിട്ട് റൈറ്റിലേക്ക് കൊണ്ടുവരുമ്പോൾ ഈ n/1 എന്നുള്ളത് എന്താവും? ഇവിടെ n എന്ന് പറഞ്ഞാൽ എന്താണ്? n/1. ഓക്കെ. അതുപോലെ തന്നെ z ആണെങ്കിൽ z/1. അല്ലെങ്കിൽ നമുക്കിപ്പം എക്സും വൈയും അവിടെ എടുത്തുകൊണ്ട് n എന്ന് എടുത്തത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് a, അപ്പോൾ a/1. ഓക്കെ. അപ്പോൾ അത് റൈറ്റിലേക്ക് വരുമ്പോൾ എന്താവും? 1/a. ഓക്കെ. റേസ് ടു പവർ ആയിട്ട് തന്നെയാണ് എഴുതുക, പക്ഷെ അതിൻ്റെ റെസിപ്രോക്കലായിട്ടാണ് റൈറ്റിലേക്ക് വരുമ്പോൾ എഴുതുന്നത്. സോ x റേസ് ടു n ഈക്വൽ ടു y, ദെൻ x ഈക്വൽ ടു nth റൂട്ട് ഓഫ് y, അല്ലെങ്കിൽ x ഈക്വൽ ടു y റേസ് ടു 1/n. ഇനി നമ്മൾ പറയുവാണ് 3 സ്ക്വയർ ഈക്വൽ ടു 9. 3 സ്ക്വയർ ഈക്വൽ ടു 9. 3നെ 2 പ്രാവശ്യം ഗുണിച്ചാൽ നമുക്ക് 9 കിട്ടും. അപ്പോൾ 3 എന്ന് പറയുന്നത് എന്താണ്? 9 റേസ് ടു 1/2 അല്ലെങ്കിൽ സ്ക്വയർ റൂട്ട് ഓഫ് 9. സ്ക്വയർ റൂട്ട് ഓഫ് 9 ആണ് 3. ഓക്കെ. 3 ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 9. ഇനി നമ്മൾ എഴുതുവാണ് 2 റേസ് ടു 5 ഈക്വൽ ടു 32. 2 റേസ് ടു 5 ഈക്വൽ ടു 32. ദെൻ 2 ഈസ് ഈക്വൽ ടു അല്ലെങ്കിൽ x ഈക്വൽ ടു, x എന്ന് പറയുന്നത് 2 ആണ്, n എന്ന് പറയുന്നത് 5 ആണ്, y എന്ന് പറയുന്നത് 32 ആണ്. സോ x അല്ലെങ്കിൽ 2 ഈക്വൽ ടു nth റൂട്ട് ഓഫ് 32, ദാറ്റ് ഈസ് 5th റൂട്ട് ഓഫ് 32. 5 പ്രാവശ്യം 2 എന്ന് പറയുന്ന സംഖ്യനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താലാണ് നമുക്ക് 32 കിട്ടുക. ഓക്കെ. അപ്പോൾ അതാണ് നമ്മൾ എഴുതിയത്. ഓക്കെ. ഇറ്റ് ക്യാൻ ബി ഓൾസോ റിട്ടൺ ആസ് 2 ഈക്വൽ ടു 32 റേസ് ടു 1/5. അപ്പോൾ ഇതാണ് നമ്മൾ ലോസ് ഓഫ് ഇൻഡീസസിൽ പഠിക്കുന്നത്.